ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 4 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ 4 നാരങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്ക് 4 നാരങ്ങ അത്യാവശ്യം വേണമെങ്കിൽ എടുക്കാം. പുളിയെല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് 4 നാരങ്ങ എടുക്കണം. 2 നോക്കി പുളി ഉണ്ടോ നോക്കിയിട്ട് ബാക്കി 2 കൂടി പിഴിയാം. ഞാൻ 2 അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് 2 ഞാനിന്ന് എടുക്കുന്നത് കേട്ടോ. ചെറിയൊരു കിടന്നുകൊണ്ട് ഞാൻ വേറെ നാരങ്ങ എടുത്തു. അപ്പോൾ ഇത് 2 എടുത്തു. പിന്നെ ഒരു ഗ്ലാസ് വേണം. പിന്നെ ഒരു ചെരുവ്. ഞാനെൻ്റെ ഇങ്ങനത്തെ ഒരു ചെരുവാണ് എടുക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇത്രയും വലിയൊരു ചെരുവ്. ഗ്ലാസ്സിന് വെച്ചാൽ പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ. പിന്നെ വെള്ളം അത്യാവശ്യം വേണ്ടതല്ലോ ഒഴിക്കാൻ വേണ്ടി നമുക്ക് വേറെ ഗ്ലാസ് ഉണ്ട്. പിന്നെ ഉപ്പാണെങ്കിൽ മധുരമാണെങ്കിലും ഉപ്പാണെങ്കിലും അതെടുക്കുക. ഓക്കെ, ആ എടുത്ത ശേഷം അടുത്തെന്ന് വെച്ചാൽ കത്തിയാണ് വേണ്ടത്. കത്തി അത് ഞാൻ ഈ കത്തിയാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഈ കത്തിയാണ് എടുക്കുന്നത്. കറിക്കത്തിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കാദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഓക്കെ, നല്ലപ്പോഴത്തേക്ക് കൈയെല്ലാം കഴുകിയിട്ട് വേണം നമ്മുടെ നാരങ്ങ പടയിൽ തുടങ്ങാൻ. ഞാൻ കൈ കഴുകിയിട്ട് വേണം നിങ്ങളപ്പോഴത്തേക്ക് കൈ കഴുകുക. ഓക്കെ, നിങ്ങൾ ഈ ചിരുവ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു അളവെടുത്തിട്ട് വേണം എടുക്കാൻ. ഞാൻ കൈ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളൊന്ന് ചെയ്യുക. അപ്പോൾ ഞാൻ 2 നാരങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു നാരങ്ങ അടച്ചിട്ട് നാരങ്ങ മുഖത്ത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്യണേ. കൈ മുറി ഇത് പിള്ളേർ ചെയ്യണമെന്നില്ലയാണ്, എനിക്കപ്പോൾ അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ പിള്ളേർ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, കൈ മുറിയാണ്ട് ശ്രദ്ധിക്കണം. ഈ പണി വേണമെങ്കിൽ അമ്മേനോട് ചോദിച്ചു. എൻ്റെ അമ്മേനെ കുടുംബശ്രീക്ക് വേണ്ട ഞാൻ അമ്മേനോട് ചോദിച്ചു. ഞാനിപ്പോൾ അത് എപ്പോഴും ചെയ്യും. നാരങ്ങേണ്ട ചെയ്യേണ്ട ഒരു പണിയാണല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം. ഒരു ഗ്ലാസ് എടുത്തിട്ട് ചില എക്സ്പ്രഷൻ വരാതെ നിങ്ങൾ മൈൻഡാക്കണ്ട. സിമ്പിളാണ് കേട്ടോ. നാരങ്ങ പിഴിയുന്ന സാധനം ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. കൈ നീറ് പൊളിഞ്ഞിട്ടുള്ളവർ ദയവായി ഇത് പിഴിയാണ്ടിരിക്കുക. പിഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. നല്ല നേർച്ച ഉണ്ടാവും, അത് കുഴപ്പമില്ല. നീറ് പൊളിഞ്ഞിട്ടുള്ളവർ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട്. നീർച്ച നമുക്ക് പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഈ നീർച്ചുള്ള ആ വിരലിൻ്റെ നീര് നമുക്ക് പെട്ടെന്ന് പോകും. അതുകൊണ്ട് പിന്നെ നമുക്ക് അത് പിന്നെ ദയവായി നിങ്ങൾ വലിച്ചെടുക്കല്ലേ. ഈ നമ്മുടെ നെയിൽ കട്ടർ ഇല്ലേ, ആ കട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ജലസ്വാസ സമയത്ത് നരയ്ക്കുന്നത് നല്ലതാണ്. ഇതുണ്ടോ, തിളപ്പിച്ചറിയ വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നല്ല മണിട്ടത്തുള്ള സീസൺ ചിലപ്പോൾ നമ്മൾ പച്ചവെള്ളം എടുക്കണം. തിളപ്പിച്ചറിയ വെള്ളമാണ് എടുക്കുന്നത്. ഓക്കെ, 2 കൈ കഴുകി നല്ല വൃത്തിക്ക് വേണം. എനിക്കാക്കി ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പാത്രം ഇത് നാരങ്ങ വീട്ട് ഒന്നാമത്തെ കഴിഞ്ഞു. അത് അത്യാവശ്യം പറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം പറ്റിയിട്ട് തീർച്ചയായും രണ്ടാമത്തെ നാരങ്ങ കട്ട് ചെയ്ത് ഇത് പിരിഞ്ഞ് നോക്കണം. പെട്ടെന്ന് പിഴിഞ്ഞെടുക്കണം. ഈ സ്ഥലത്ത് മൂന്നാമത്തെ ഞാൻ പെട്ടെന്ന് സൂം ആക്കിയിട്ടാണ് കേട്ടോ. ചെറിയ കേടുണ്ടോ എന്ന് തോന്നുന്നു. ഇത് ചെത്തിക്കളയാനെങ്കിൽ ചെത്തിക്കളയാം. ഇത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് പെട്ടെന്ന് എടുക്കണം. ഇത് കുടിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയല്ല, വെള്ളം ഒഴിക്കാണ്ട് കുടിക്കണം.
അടുത്തത് പിഴിഞ്ഞെടുത്തു. അടുത്തത് നാലാമത്തെയാണ്. നാലാമത്തെയാണ് ഇത്. ഞാൻ സൂം ആക്കുന്നില്ല കേട്ടോ. സൂം ഇടയ്ക്കാണ് ജസ്റ്റാണ് ആക്കുന്നുണ്ട്. പെട്ടെന്ന് പിഴിയാം. ചില എക്സ്പ്രഷൻ എല്ലാം തരും. അതൊന്നും മൈൻഡ് ആക്കി ചെറിയ എക്സ്പ്രഷൻ എല്ലാം വരും. ഇത് അത്യാവശ്യം പറയാനായിട്ടുണ്ട്. ഇത്രയും ലാസ്റ്റ് ഞാൻ തന്നെ കഴുകി വെക്കണം. അത് എനിക്ക് അത്ര ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും ഗ്ലാസ് എടുക്കാം. പിന്നെ കഴുകി ഇത് ഒഴിക്കണ കുറച്ച് വെള്ളം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഓളംപുളിയും ഈ നാരങ്ങയും കൂടി കളിക്കാനെടുക്കും. നല്ല ടേസ്റ്റായിരിക്കും. എന്നു വെച്ചാൽ തിറക്കി കളിക്കുമ്പോൾ വാളംപുളി നാരകം ഇന്ന് മൊത്തം അങ്ങ് തീരുമാനിച്ച് കയറ്റി. അതാണ് ടാസ്ക്. നമുക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പം ഇതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒഴിക്കുകയാണേ. ഐസ് കടി ജസ്റ്റ് ഒന്ന് ഞാൻ കൈ കഴുകി. കൈ കഴുകിയ ശേഷം ഓക്കെ, തിളപ്പിച്ചറിയ വെള്ളമാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് എടുക്കുകയാണ്. പച്ചവെള്ളം ഒഴിക്കണേ. അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പാണ്. നമുക്ക് വളരെ വേണമെങ്കിൽ മാറ്റി വെക്കാം. ഒരു കപ്പ്, 1.5 കപ്പ്, ഒരു കപ്പ്.
അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ വരാം. ബൈ.